ദൈവത്തിൻ്റെ അതിധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, അതാണ് ഇവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. യേശുക്രിസ്തുവിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പാകെ ശിമോൻ പത്രോസ് പറയുന്നു, അവിടുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. അതായത് യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. അതാണിവിടെ പത്രോസ് പങ്കുവയ്ക്കുന്നത്. അവിടുന്ന് ദൈവമായതുകൊണ്ട് തന്നെ ആരാധനയ്ക്ക് യോഗ്യനാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ആളത്വത്തിൽ മൂന്നായിരിക്കുമ്പോൾ തന്നെ അസ്തിത്വത്തിൽ ഒന്നാണ്. അതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വെളിപ്പെടുത്തൽ. ഇവിടെയും നമ്മൾ യേശുക്രിസ്തു പിതാവായ ദൈവത്തേക്കാൾ അല്പം പോലും താഴ്ന്നവനല്ല എന്നുള്ളത് തിരുവെഴുത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 3-ാമത്തെ വാക്യത്തിൽ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. 4-5 വാക്യങ്ങൾ ഒരു വിഗ്രഹമുണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യഹൂദന് കിട്ടിയ ന്യായപ്രമാണപ്രകാരം യഹോവയായ ദൈവമല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകരുത്. ആ അടിസ്ഥാനത്തിൽ കർത്താവിനെ സേവിച്ചു വന്ന ഭക്തന്മാർ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടപ്പോൾ അവർ യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമെന്നറിഞ്ഞ് അവിടുത്തെയും ആരാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 23, 24 വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 23, 24 വാക്യങ്ങൾ. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. യേശുക്രിസ്തു ആരാധന ആർക്കാണ്, ആരാധിക്കേണ്ടത് ആരാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 22, 23 വാക്യങ്ങളിൽ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ
അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. അപ്പോൾ ദൈവത്തെ ഏത് പ്രകാരം ആരാധിക്കുന്നുവോ ബഹുമാനിക്കുന്നുവോ അതിൽ അല്പം പോലും താഴ്ച വരുത്താത്ത, അതേപോലെ പിതാവിനെ ബഹുമാനിക്കുന്ന അതുപോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായം ഒരു പുത്രന് കൊടുത്തിരിക്കുക. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പിതാവുമായുള്ള തുല്യത ഇവിടെ പിതാവായ ദൈവം തന്നെ ഈ ഭാഗത്ത് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലും നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശു, നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നുറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. 15-ാമത്തെ വാക്യം. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണ്ണ് വീണ് അവന് നന്ദി പറഞ്ഞു. 16 മുതൽ. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ യെരൂശലേമിലേക്കുള്ള യാത്രയിൽ 10 കുഷ്ഠരോഗികൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരികയാണ്. 10 പേർക്കും വിശ്വാസമുണ്ടായിരുന്നു. പുരോഹിതന്മാരെ പോയി കാണിക്കാൻ പറയുമ്പോൾ അവർ മടങ്ങുന്നു. വിശ്വാസമുള്ളതുകൊണ്ട് പോകയിൽ അവർ ശുദ്ധരായിത്തീരുന്നു. എന്നാൽ ഒരുത്തൻ മാത്രം മടങ്ങി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ വീഴുകയാണ്. അവന് നന്ദി പറയുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ കവിണ്ണ് വീണ് നന്ദി പറയുന്നു. യേശുക്രിസ്തു വിലക്കിയില്ല. കാരണം അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യൻ. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ. ഈ അന്യജാതിക്കാരനല്ലാതെ ആരെയും കാണുന്നില്ലല്ലോ. അപ്പോൾ ഓർക്കണം, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ആ അന്യജാതിക്കാരനായ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ വീണ് യേശുക്രിസ്തുവിന് നന്ദി പറയുകയാണ്. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യൻ. അവിടുന്ന് തടയുന്നില്ല. നമസ്കരിപ്പാൻ യോഗ്യൻ. മത്തായി സുവിശേഷം 14-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 14-ാമത്തെ അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞയച്ചിട്ട് പടകിൽ മറുകരയിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ കാണുകയാണ്. എന്നാൽ രാത്രിയിൽ അവർ പടക് വലിച്ച് വലയുമ്പോൾ വെള്ളത്തിന്മീതെ നടന്നു വരുന്ന യേശുക്രിസ്തുവിനെ കാണുന്നു. യേശുക്രിസ്തുവിനെ കണ്ട ശേഷം യേശുക്രിസ്തുവാണെന്ന് തിരിച്ചറിയുമ്പോൾ യേശുക്രിസ്തുവിനെ പോലെ വെള്ളത്തിന്മേൽ നടക്കുവാനുള്ള ആഗ്രഹം പത്രോസ് പങ്കുവയ്ക്കുകയാണ്.
കർത്താവിൻ്റെ ക്ഷണം സ്വീകരിച്ച് വെള്ളത്തിലിറങ്ങുന്ന പത്രോസ് അല്പം കഴിഞ്ഞ് ആ കാറ്റും തിരമാലയൊക്കെ കണ്ട് അവൻ മുങ്ങാൻ തുടങ്ങുമ്പോൾ അവൻ നിലവിളിക്കുന്നു. നിലവിളി കേട്ട് യേശുക്രിസ്തു അവൻ്റെ കരം പിടിച്ചുയർത്തുകയാണ്. അപ്പോൾ പടകിലുള്ളവർ ഒരുമിച്ച് പറയുന്നു, നീ ദൈവപുത്രൻ സത്യം. മത്തായി സുവിശേഷം 14-ാം 33-ാമത്തെ വാക്യം. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. പടകിലുള്ളവർ യേശുക്രിസ്തുവിനെ നമസ്കരിക്കുകയാണ്. അവിടുന്ന് നമസ്കാരം ഏറ്റുവാങ്ങുവാൻ സ്വീകരിപ്പാൻ യോഗ്യൻ. മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട് കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് ചെല്ലുന്ന സ്ത്രീകളെ നമ്മളവിടെ കാണുന്നു. മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 5 മുതൽ. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറവിൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു. അവിടെ നിങ്ങൾ അവനെ കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ കാൽ പിടിച്ച് യേശുക്രിസ്തുവിനെ നമസ്കരിക്കുന്ന ആ ഒരനുഭവം നമ്മളിവിടെ കാണുകയാണ്. ശ്രദ്ധിക്കണേ, യേശുക്രിസ്തു നമസ്കാരം സ്വീകരിപ്പാൻ യോഗ്യൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം 50 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം 50 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു. അപ്പോൾ ഇവിടെ ഓർക്കണമേ, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാരെ കൈ ഉയർത്തി അനുഗ്രഹിക്കുകയാണ്. ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ നമസ്കരിക്കുന്നു. അവിടുന്ന് നമസ്കാരം സ്വീകരിപ്പാൻ യോഗ്യൻ. സുവിശേഷത്തിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തിരിച്ചറിഞ്ഞ് അവിടുത്തെ നമസ്കരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആദ്യജാതനെ പിന്നെയും ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. ഇത് യേശുക്രിസ്തുവിനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണിത്.
ഇത് പിതാവായ ദൈവം അരുളി ചെയ്യുന്നൊരു കൽപ്പനയായിട്ടാണ് ഈ ഭാഗം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പറയുന്നു, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനെ നമസ്കരിക്കണം. ഇതാര് പറയുകയാ? ദൈവം തന്നെ പറയുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവം പറയുന്നു, അവിടുത്തെ ദൂതന്മാർ യേശുവിനെ നമസ്കരിക്കണം. ദൈവം തന്നെ പുറപ്പാട് പുസ്തകത്തിൽ കൽപ്പന കൊടുക്കുന്നു, ആ ദൈവത്തെ അല്ലാതെ മറ്റാരെയും നമസ്കരിക്കരുത്. ആ ദൈവം തന്നെ ഇവിടെ പറയുന്നു, യേശുക്രിസ്തുവിനെ നമസ്കരിക്കണം. അതായത് സാക്ഷാൽ ദൈവം യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കാൾ ഒട്ടും കുറവല്ല, തുല്യതയിൽ നിൽക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യൻ, നമസ്കാരം സ്വീകരിപ്പാൻ യോഗ്യൻ അവിടുന്ന് സാക്ഷാൽ ദൈവം. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കിത്തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യനിമിത്തം പത്മോസ് ദ്വീപിൽ ഏകനായി തള്ളപ്പെട്ട യോഹന്നാൻ കർത്തൃദിവസത്തിൽ സ്വർഗീയ ദർശനം പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തുന്നു, യേശുക്രിസ്തു എന്നേക്കും മഹത്വവും ബലവും ആമേൻ. യേശുക്രിസ്തുവിനെ നമസ്കരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങളിൽ അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഓർക്കണം, പത്മോസ് ദ്വീപിൽ യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയ ദർശനം പ്രാപിച്ച യോഹന്നാൻ ആ യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ വീഴുന്ന രംഗമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രൂപം, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ രൂപം യോഹന്നാൻ അവിടെ ദർശിക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ കാണുകയാണ്. അവിടെ യേശുക്രിസ്തുവിൻ്റെ രൂപം 13 വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം
സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു. അപ്പോൾ ഇത് യോഹന്നാന് വെളിപ്പെട്ട് കിട്ടിയ ആ രൂപമൊന്ന് പങ്കുവയ്ക്കുകയാണ്. ആ യേശുക്രിസ്തുവിൻ്റെ രൂപം വെളിപ്പാടിൽ കണ്ട യോഹന്നാൻ ആ പാദപീഠത്തിങ്കിൽ വീഴുകയാണ്, കാൽക്കൽ വീഴുകയാണ്. അവിടുന്ന് കാൽക്കൽ വീണ് നമസ്കരിക്കുവാൻ യോഗ്യൻ. യേശുക്രിസ്തു നമസ്കാരം സ്വീകരിക്കുവാൻ യോഗ്യൻ. അവിടുന്ന് സാക്ഷാൽ ദൈവം. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ കാണുകയാണ്. അതിനുള്ള ബന്ധത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തുന്നു, 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. 11-ാമത്തെ വാക്യം. കർത്താവേ, നീ സർവ്വം സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഇടും. 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 മുതൽ യേശുക്രിസ്തുവിനെ നമ്മൾ കാണുകയാണ്. അവിടെ മുദ്രയിട്ടൊരു പുസ്തകം കാണുകയാണ്. അത് തുറക്കുവാൻ യോഗ്യതയുള്ളവൻ ആരുമില്ല എന്ന് കണ്ട് യോഹന്നാൻ കരയുകയാണ്. ആ സമയം 5-ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം മുതൽ, അപ്പോൾ മൂപ്പന്മാരിലൊരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 6 മുതൽ, ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കൾ ആയ 7 കണ്ണുമുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. വീണ്ടും താഴോട്ട് വരുമ്പോൾ 12-13 വാക്യങ്ങളിൽ അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും
ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. അപ്പോൾ ഇവിടെ സിംഹാസനത്തിലിരിക്കുന്ന പിതാവായ ദൈവം, കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഇവിടെ ഒരുമിച്ച് സകല ചരാചരങ്ങളും സൃഷ്ടികളും ഒരുമിച്ച് ദൂതന്മാർ സഹിതം കുഞ്ഞാടിനെയും സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെയും ഒരേപോലെ ആരാധിക്കുന്നു. അതാണ് 13-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് അവനെ നമസ്കരിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് പിതാവായ ദൈവത്തിൻ്റെ അതേ മഹത്വത്തിൽ ആരാധന സ്വീകരിപ്പാൻ, നമസ്കരിക്കപ്പെടുവാൻ യേശുക്രിസ്തു യോഗ്യൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആളത്വത്തിൽ 3 തന്നെ അവർ അസ്തിത്വത്തിൽ ഒന്നായിരിക്കുന്നു. കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമം നമ്മളുടെ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.